മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുഞ്ഞു ക്രോയിസൻ്റ് ഉണ്ടാക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഹാഫ് ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും കൂടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ടതൊന്ന് അടച്ച് വെച്ചു. ഒരു 10 മിനിറ്റിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുത്തത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ഫെർമെൻ്റ് ആയിരിക്കുകയാണ്. ഇതിനകത്തിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ അത് പോരാ, കുറച്ചും കൂടെ അതിന് വേണ്ടി വന്നു. കുറച്ചുകൂടെ ഇച്ചിരി ലൂസായിട്ട് അന്നേരം എനിക്ക് വന്നത്. ശരിക്കും 1 കപ്പിന് ഹാഫ് കപ്പ് വെള്ളം മതി. ഇച്ചിരി പക്ഷേ ഏകദേശം ഒരു 1/4 കപ്പും കൂടെ മൈദ വീണ്ടും ഞാൻ ചേർത്ത് അത് കുഴച്ച് റെഡിയാക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യ് തൂവിയിട്ടാണ് പുരട്ടി വെച്ചത്. 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതിൻ്റെ പുറത്തെല്ലാം ഒന്നാക്കി എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചു. ഇത് എത്രമാത്രം കുഴയ്ക്കുന്നോ അത്രയും നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടി. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇന്ന് നല്ലോണം ഒന്ന് മർദ്ദിച്ച്, ഒരുപാടങ്ങ് കുഴച്ചൊന്നുമില്ല, എന്നാലും ഒന്നോടൊന്ന് കുഴച്ചിട്ട് ഡോ എടുത്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി കട്ട് ചെയ്ത് എടുത്തു. 8 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ മൈദയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. നമുക്ക് ഈ പരത്തുന്നതിനകത്തിൽ പുരട്ടാൻ ഇത് ആവശ്യമായി വരും. ഇതാദ്യം ഒന്ന് 2ആയിട്ട് മുറിച്ചതിന് ശേഷം 2 പീസുകൾ 4 കഷ്ണങ്ങളാക്കി എടുത്തു. ഇതെല്ലാം ബോൾസ് ആക്കിയിട്ട് ഓരോ ബോൾസും നമ്മൾ പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുത്തതിന് ശേഷം നെയ്യും മൈദയും കൂടെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ, അത് ഓരോന്നിൻ്റെയും പുറത്ത് നമ്മൾ തേച്ച് കൊടുക്കണം. അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ നെയ്യ് നല്ലോണം തേച്ച് കൊടുക്കുക. അതിൻ്റെ എല്ലാ പോർഷനിലും എത്തത്തക്കവണ്ണം തേച്ച് കൊടുക്കണം. നല്ലോണം നെയ്യ് തേച്ച് കഴിഞ്ഞാൽ നല്ല ലെയർ കിട്ടാനും അതിലൊരു ടേസ്റ്റ് വരാനും പൊങ്ങാനും ഒക്കെ ഇത് സഹായിക്കും. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്കാണ് ഇനി ഓരോന്നും നമ്മൾ പരത്തിയിട്ട് വെക്കുന്നത്. പരത്തിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും നെയ്യ് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ 8 പീസും ഞാൻ പരത്തി അതിൻ്റെ പുറത്ത് വെച്ച് നെയ്യും പുരട്ടി റെഡിയാക്കി. ഏകദേശം ഒരേ വലുപ്പത്തിലായിരിക്കണം പരത്തുന്നത്. ഇതിപ്പം ഏകദേശം എല്ലാം തീരാറായി. ലാസ്റ്റ് വണ്ണായി. നല്ലവണ്ണം പരത്തി നെയ്യ് പുരട്ടി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വണ്ണും കൂടെ പരത്തി അതിൻ്റെ പുറത്ത് വെച്ചാൽ മാത്രം മതി. എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം
ഒരു സിബ്ലോക്ക് ബാഗിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുകയാണ്. എന്നിട്ട് സിബിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് പരത്തണം. ഇപ്പം ഞാനത് പരത്തി കഴിഞ്ഞിട്ട് 4 സൈഡും ചെറുതായിട്ടൊന്ന് ചെറിയ ഷേപ്പ് വരത്തക്കാണ് കട്ട് ചെയ്തു. അതിനുശേഷം ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. ചെറിയ കോൺ പോലുള്ള ഇതാക്കിയിട്ട് ഞാൻ താഴ്വശം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വീതിയുള്ള പോർഷനിൽ. എന്നിട്ട് നമുക്ക് അവിടെ എന്ത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ചീസും കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഓരോന്നും ആ കട്ട് ചെയ്തതിൻ്റെ ആ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അത് ചുരുട്ടുകയാണ്. ചോക്ലേറ്റ് ചിപ്സാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തത്. ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും ഞാൻ വേഗം ചുരുട്ടി റെഡിയാക്കി എടുത്തു. ഒരു ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ടാണ് ഇതിനകത്തിൽ ഫില്ലിങ് വെക്കുന്നത്. സ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് വെച്ച് ചുരുട്ടിയെടുക്കുകയാണ്. സൈഡ് കട്ട് ചെയ്തതും അതുപോലെ കട്ട് ചെയ്ത ചെറിയ പീസ് വന്നതും എല്ലാം കൂടെ ഞാൻ ഉരുട്ടിയെടുത്തിട്ട് അതും റെഡിയാക്കി എടുത്തു. ഇതും പരത്തിയെടുത്ത് കട്ട് ചെയ്തിട്ട് ഫില്ലിങ് വെച്ച് റെഡിയാക്കി. ഇപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നനഞ്ഞ ടവൽ കൊണ്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് നമുക്കൊരു കോട്ടിങ് കൊടുക്കണം. അത് മുട്ട, ചിലർക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ട ചേർക്കാം. മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കോട്ടിങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കോട്ടിങ് കൊടുക്കാം. ഞാനിപ്പം പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് അതാണ് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. അതിൻ്റെ ചേരുന്ന ഒരു അടപ്പമുണ്ട്. അതിനകത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചു. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും വെച്ചു. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. കാരണം ഒരു വശം മാത്രമേ മൂത്ത് കിട്ടുള്ളൂ. അപ്പോൾ മറുവശം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചു. അങ്ങനെ ടോട്ടൽ 30 മിനിറ്റ് വെച്ചിട്ടാണ് എനിക്കിത് റെഡിയായി കിട്ടിയത്. കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാൻ റെഡിയാക്കി എടുത്തു. രണ്ടാമത്തെ ട്രിപ്പ് വെക്കാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൊള്ളോ? സോഫ്റ്റ് ആണോ? ആണോ? ആ, ചീസിൻ്റെ നല്ലതാണോ?